ഇപ്പം തയ്ച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീജ ചേച്ചിയുടെ ഡ്രസ്സാണ്. ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ആരെങ്കിലും വൈക്കത്തുനിന്ന് ആദ്യമേ തപ്പി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ശ്രീജ ചേച്ചി. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ ആളിവിടെ ഉണ്ട്. ഇത്തവണ വന്നിരിക്കുന്നത് ഒരു ചെറിയ പണിയുമായിട്ടാണ്. 2 ദിവസമായിട്ട് ബിന്ദു ചേച്ചി തുണിയായിട്ടിരുന്ന് മുക്കറിയിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആദ്യം ഞങ്ങൾ ഓർത്തത് സ്റ്റിഫ് മുക്കി അലക്കി ഉണക്കിയിട്ട് തയ്ച്ചെടുത്താലെന്ന്. അത്രയ്ക്ക് പാടായിരുന്നു. ഒന്ന് കയ്യിൽ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല, വഴുതി പോകുമായിരുന്നു. ഇതൊരു പാനൽ കട്ടാണ് ചെയ്തിരിക്കുന്നത്. ഷോൾ നല്ല രസമില്ലേ കാണാനായിട്ട്. ഇത് ഏത് കടയിൽ നിന്നാണെന്ന് ഒരുപാട് പേര് ചോദിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം, പരാഗ് ഒരുപാട് പേര് പറയുന്നുണ്ട് നിങ്ങളാണ് പരാഗിൻ്റെ ഒഫീഷ്യൽ പ്രൊമോട്ടേഴ്സ് എന്ന്. അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് ആഗ്രഹം കാണുമല്ലോ ഇതൊക്കെ എവിടെ നിന്നൊക്കെ ആയിരിക്കും കിട്ടണമെന്നൊക്കെ അറിയാനായിട്ട്. ആ ഒരു ഇതിൽ ഞാൻ പറയുന്നതാട്ടോ. പരാഗിൽ ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ടെന്ന് കേട്ടോ അവർ പറഞ്ഞത്. ഇവരെല്ലാവരും ഒരു കല്യാണ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു. എല്ലാവരും പല പല നിറമാണ് എടുത്തത്. പിന്നെ ഇത് ശ്രീജ ചേച്ചിക്ക് തന്നെയുള്ള ഒരു ധാവണി സെറ്റാണ്. ഇത് സാരി വെട്ടിയാട്ടോ ആക്കിയേക്കുന്നത്. ഇത് പിന്നെ ആളുടെ മോൾക്കുള്ളതാണ്. ഇതൊരു റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ. ഇതൊരു ഡിസ്കോ മോഡലായിരുന്നു. ഒരു ക്രോപ്പ് ടോപ്പും പലാസോ പാൻറ്റ് പോലെ വരുന്നതും. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു സെയിം മോഡൽ തന്നെയാണ് പലാസോ പാൻറ്റും പിന്നെ ഒരു സ്ലിറ്റർ ടോപ്പുമായിട്ടാട്ടോ ചെയ്തേക്കുന്നത്. വെൽവെറ്റ് ഓർഗൻസ മെറ്റീരിയൽ ചെറിയ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ എത്തിയിട്ടുണ്ട്. ഇത് കിട്ടിയിട്ടാണ് അവർക്ക് കൊല്ലത്ത് കല്യാണത്തിന് പോകാനായിട്ട് ഇട്ട് നോക്കി. വലിയ തിരക്കേടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം വലിയ ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിലും ഭംഗിയായിട്ടുണ്ടായിരുന്നു. ക്യാമറ കണ്ടിട്ട് ശ്രീജ ചേച്ചിക്ക് നാണിച്ചിട്ട് വയ്യായിരുന്നു കേട്ടോ.